ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശാലിനിയുടെ തീരുമാനം എന്താന്ന് അറിയില്ലല്ലോ. രാഘവേട്ടൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശാലിനിയോട് പറയാം. പിന്നെ നിർബന്ധിക്കാൻ നമുക്കാവില്ല. കുടുംബത്തിലേക്ക് എല്ലാ നന്മകളും വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എല്ലാരും കൂടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ആ വീട്ടിൽ കഴിയുന്നൊരു മോഹവും അതും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. നമുക്കൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ. നടപ്പാക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരൂ. ഏതെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. ഭാമയുടെ ഭാഗത്തു നിന്ന് ഇനി യാതൊരു ബുദ്ധിമുട്ടും ശാലിനിക്കുണ്ടാവത്തില്ലെന്ന് ഞാൻ ഉറപ്പുവരാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കത് വിശ്വാസമാവുന്നില്ലെങ്കിൽ, നിങ്ങളായിട്ട് സമ്മതിക്കുന്നുമില്ലെങ്കിൽ അത് ഞാൻ എന്റെ വിധിയായിട്ട് കരുതിക്കോളാം. എന്നാലും ഒന്നും പറയാറുന്നില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാവൂലല്ലോ. ഇനിയിപ്പോ എല്ലാം വരുന്ന പോലെ വരട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തില്ല. സംസാരത്തിന്റെ ഇടയിൽ ഞാൻ അങ്ങ് വിട്ടുപോയി. ഒന്നും വേണ്ട. ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഞങ്ങള് മോരുമുള്ള വാങ്ങി കുടിച്ചതാ. ഇനി അത് ഞങ്ങൾക്ക് വീടെത്തുന്നവരെ ഈ ചൂടിന്നൊരു ആശ്വാസം തന്നോളും. ഗോപാലകൃഷ്ണന് ഭാമയുടെ സ്വഭാവ രീതികളോട് യോജിക്കാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് പഴയ ഭാമയെ മനസ്സിൽ കാണുന്നു തോന്നുന്നതാ. അതിൽ നിന്നൊക്കെ ഭാമ ഒരുപാട് മാറി. അല്ലെങ്കിൽ സർവേശ്വരം മാറ്റി അനുഭവങ്ങൾ കൊടുത്തോണ്ടേ. ഇപ്പോഴത്തെ ഭാമ ശാലിനെ സ്നേഹിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്നാ പാടോ സാറേ. എന്നാ ഇറങ്ങട്ടെ. ഓട്ടോ വല്ലതും വിളിക്കണോ? വേണ്ട, ഞങ്ങള് പയ്യെ അങ്ങ് നടക്കാം. അപ്പോഴത്തേക്കേ ആ കമലേ ആ ഓട്ടോയും കൊണ്ടുവരും. എന്നാ ശരി. പാടോ. ശരി. ഗോപാലേട്ടാ, സത്യാമ്മയ്ക്ക് മാറ്റം വന്ന് കാണും. രാഘവേട്ടൻ പറഞ്ഞത് ശരിയാ. അനുഭവങ്ങൾ അവർക്ക് സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. ഈ നായയുടെ വാല് ഒരു പഴഞ്ചലുണ്ടല്ലോ, അതൊന്നും ഒരു കാലത്തും നിവരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നീ നോക്കിക്കോ, താമസിച്ച് രണ്ടാം പക്കം അവിടെ അടി തുടങ്ങും, ഉറപ്പാ. ഒരാളെ നന്നാവാനും സമ്മതിക്കൂല ഈ മനുഷ്യൻ.